Hello everyone, welcome back to another class. Plus 1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. അതായത് to explain certain phenomena such as black body radiation, Max Planck എന്ന സയൻറ്റിസ്റ്റ് put forward a new theory known as quantum theory of radiation. എന്തൊക്കെയാണ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷനിൽ പ്ലാങ്ക്സ് പറഞ്ഞിട്ടുള്ള പോസ്റ്റ്ലൈറ്റ്സ്? നിങ്ങൾക്ക് എക്സാമിന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, വിച്ച് ആർ ദ പോസ്റ്റ്ലൈറ്റ്സ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അല്ലെങ്കിൽ വിച്ച് ആർ ദ പോയിൻറ്റ്സ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പോയിൻറ്റ്സ് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത്? ഒന്നാമത്തെ പോയിൻ്റ്, റേഡിയൻ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട. അതായത് എനർജി, ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യേ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യേ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല. പിന്നെ എങ്ങനെ ചെയ്യുകയുള്ളൂ? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ചെറിയ പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ രൂപത്തിൽ, അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചായിട്ടാണ് ഒരു ബോഡി എനർജിയെ അബ്സോർബ് ചെയ്യേ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യേ ചെയ്യുകയുള്ളൂ. ഈ ഓരോ ക്വാണ്ടയിലും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കും. ഈച്ച് ക്വാണ്ടം ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ എന്താ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്? ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യേ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യേ ചെയ്യുന്നത് നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല. പിന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ് ഓഫ് എനർജി, ചെറിയ എനർജിയുടെ പാക്കറ്റിൻ്റെ രൂപേണയാണ് എന്നാണ് പറയുന്നത്. അതായത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്മാൾ പാക്കറ്റ്സ് ഓഫ് എനർജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി എനർജി അബ്സോർബ് ചെയ്യേ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യേ ചെയ്യുന്ന കുറച്ചായിട്ട്. ആദ്യം കുറച്ച് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യം കുറച്ച് എമിറ്റ് ചെയ്യും, പിന്നെ കുറച്ച്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ രൂപത്തിലാണ് ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യേ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അതിന് ഒരു പേര് കൊടുത്തു പ്ലാങ്ക്സ്. ആ സ്മോൾ പാക്കറ്റ്സിന് പറയുന്ന പേരാണ് ക്വാണ്ട എന്ന്. അതായത് ഓരോ ക്വാണ്ടയിലും ഡെഫിനിറ്റ് എമൗണ്ട് എനർജി ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഈ ക്വാണ്ടയിലുള്ള എനർജി എന്ന് പറയുന്നത്, ദ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ക്വാണ്ടയിലുള്ള എനർജിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡ് പോയിന്റ്? The amount of energy associated with a quantum of radiation is proportional to the frequency of radiation. That is E. E is the amount of energy. Amount of energy associated with quantum. ക്വാണ്ടയിലുള്ള amount of energy എന്ന് പറയുന്നത് it is proportional to mu. Mu is the frequency of radiation. That is E proportional to mu. പ്രൊപ്പോർഷണൽ എന്നുള്ള ഇതിനെ ഒഴിവാക്കി ഈക്വൽ ടു കൊടുത്തു, ഒരു കോൺസ്റ്റൻറ്റിനെ കൊടുത്തു. പ്രൊപ്പോർഷണൽ ഒഴിവാക്കി ഈക്വൽ ടു കൊടുക്കും, നമ്മൾ കോൺസ്റ്റൻറ്റ് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ എന്തായി? E ഈക്വൽ ടു H mu. എന്തായി ഇക്വേഷൻ? E ഈക്വൽ ടു H mu. H എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് വന്നു. ഈ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. H is called പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ നിങ്ങൾ പഠിക്കണം. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ/സെക്കൻഡ്. ഈ വാല്യൂ കാണാതെ പഠിക്കണം, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യം വരും.
ഓക്കെ, അപ്പോൾ എന്താണ് സെക്കൻഡ് പോസ്റ്റ്ലൈറ്റ്സ്? ഒരു കൊണ്ടയിലുള്ള എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ആ റേഡിയേഷൻ്റെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുക ചെയ്ത റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. മൂന്നാമത്തെ പോയിന്റ്, ഒരു ബോഡി അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുക ചെയ്യും എന്ന് പറഞ്ഞു. അത് ഓൺലി സം വോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് കോണ്ടയായിരിക്കും. അതെന്തായിരിക്കും? എപ്പോഴും വോൾ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് കോണ്ടം ആയിരിക്കും. അതായത് E is equal to NH mu എന്നായിരിക്കും. N എന്ന് പറയുന്നത് 1, 2, 3 വോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് എച്ച് മ്യൂ ആവാം, 2H mu ആവാം, 3H mu ആവാം. പക്ഷേ എന്താവില്ല? ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആവില്ല. അതായത് 1/2 എന്നോ 3/2 എന്നോ ഒന്നും ആവില്ല. എപ്പോഴും എന്തായിരിക്കും? വോൾ നമ്പർ ആയിരിക്കും. ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്, ആ ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് കോണ്ട എന്ന പേര് കൊടുത്തു. അതിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? വോൾ നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് N എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആയിരിക്കും. ഓക്കെ, അപ്പോൾ തേർഡ് പോയിന്റ്, എ ബോഡി ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഓൺലി ഇൻ ടേംസ് ഓഫ് സം വോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് കോണ്ടം. ക്ലിയർ ആണല്ലോ? 3 പോസ്റ്റ്ലൈറ്റ്സ് ആണ് പ്ലാങ്ക്സിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ആ 3 പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്ത് പറയുന്നു. ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടേ ചെയ്യുകയുള്ളൂ. അതിനെ പറയുന്ന പേരാണ് കോണ്ട എന്ന്. അതിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, ആ കോണ്ടയിലുള്ള എനർജിയുടെ എമൗണ്ട് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ കോണ്ട എപ്പോഴും എന്തായിരിക്കും? വോൾ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് കോണ്ടം ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് റേഡിയേഷൻ ഹാവിംഗ് വേവ് ലെങ്ത് 4000 ആങ്സ്ട്രോം. എനർജി ഓഫ് റേഡിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 4000 ആങ്സ്ട്രോം. ഈ ക്വസ്റ്റ്യനിൽ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ എല്ലാ സമയവും തന്നോളണം എന്നില്ല. എച്ചിൻ്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34. എന്താ ചോദിച്ചിട്ടുള്ളത്? എനർജി. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ. ഈ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എച്ച് മ്യൂ എന്നാണ്, അല്ലേ? എച്ച് മ്യൂ എന്നുള്ളത് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു c/λ ആണ് എന്ന് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എച്ച് മ്യൂ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? hc/λ എന്ന് എഴുതാം. കാരണം നമുക്കിവിടെ ഫ്രീക്വൻസി അല്ല തന്നിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്കിതിനെ വേവ് ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം മ്യൂ എന്നുള്ള ടേമിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? c/λ എന്ന് കണ്ടാൽ മ്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഏത് വെച്ച് നമുക്ക് ചെയ്യാം? ഈസ് ഈക്വൽ ടു hc/λ. എച്ചിൻ്റെ വാല്യൂ നമ്മൾക്കറിയാം, സിയുടെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ ആണ്. ലാംഡ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4000 ആങ്സ്ട്രം എന്നാണ്. അതിനെ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 10 × 10⁻⁻10 ചെയ്താൽ മതി. ഓർക്കണം, ആങ്സ്ട്രത്തിലുള്ളതിനെ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻⁻10 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ ആണ് കാണേണ്ടത്. ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്തു, സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ 4.97 × 10⁻⁻19 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? നിങ്ങളിവിടെ ഈ ഒരു കൺവേർഷൻ ഓർക്കുക. ലാംഡ
ആങ്സ്ട്രത്തിൽ തന്നാൽ ഇൻറ്റു 10⁻⁻10. സിയുടെ വാല്യൂ ഓർക്കണം 3 × 10⁸. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ക്ലിയർ ആണല്ലോ പ്രോബ്ലം? ഒരു പ്രോബ്ലം കൂടി നോക്കാം. എ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 1368 kHz. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ എമിറ്റഡ്. ഫ്രീക്വൻസിയാണ്. റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അവിടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്താണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, കിലോ ഹെർട്സിലാണ് തന്നിട്ടുള്ളത്. അതിനെ സൈക്കിൾ സെക്കൻഡ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇൻറ്റു 10⁻³ ചെയ്യുക. ഓക്കെ, ഇനി ലാംഡയാണ് ചോദിച്ചിട്ടുള്ളത്. ലാംഡ കാണാനുള്ള ഇക്വേഷൻ എനിക്കറിയാം. എന്താണ്? ലാംഡ = c/μ. ഇതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. c = μ λ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാംഡ = എന്താണ്? c/μ. കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു c = μ λ. അപ്പോൾ ലാംഡ = എന്താണ്? c/μ. c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിയുടെ വാല്യൂ എത്രയാണ്? 3 × 10⁸. μ 1368. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 219.3. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് നോക്കണേ. നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അടുത്ത ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ phenomenon of ejection of electron from the surface of a metal when a light of suitable frequency strikes on it. എന്താ പറഞ്ഞ്? ഒരു മെറ്റൽ സർഫസിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്ന ഫെനോമിനക്കാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നു. ഒരു മെറ്റലിൻ്റെ സർഫസിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, തട്ടുമ്പോൾ ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്ന ഫെനോമിനക്ക്, ആ പ്രതിഭാസത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ. 2 മാർക്കിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ടേം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഈ 2 പോയിൻ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇറ്റ് ഈസ് ദ ഫെനോമിനൻ ഓഫ് ejection of electron from the surface of a metal when the light suitable frequency strikes on it. എമിറ്റ് ചെയ്ത ഇലക്ട്രോണിനെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടത്തിയപ്പോൾ എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് കണ്ടത്? ദ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ഓൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഗവ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ. ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. എപ്പോൾ മാത്രമേ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുള്ളൂ? ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ മെറ്റൽ ഓൺലി ഇഫ് ദ റേഡിയേഷൻ ഫാളിങ് ഓൺ ഇറ്റ് ഹാസ് എ മിനിമം ഫ്രീക്വൻസി. എന്ത് വേണം അതിന്? ഒരു മിനിമം ഫ്രീക്വൻസി വേണം. മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആ റേഡിയേഷന് ഒരു മിനിമം ഫ്രീക്വൻസി, ദാറ്റ് ഈസ് μ0. ഈ 0 എന്നുള്ളത് താഴെയാണ് കേട്ടോ. μ0 മിനിമം ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്താലേ ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുള്ളൂ, ഇലക്ട്രോണ് ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുള്ളൂ. ദിസ് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിനെയാണ്, ആ മിനിമം ഫ്രീക്വൻസിക്കാണ് എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ
മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്താലേ അതിൽ നിന്ന് എന്ത് ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുള്ളൂ, ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുള്ളൂ. ത്രെഷോൾഡ് ഫ്രീക്വൻസിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ മെറ്റലിൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദ നാച്ചർ ഓഫ് ദി മെറ്റൽ. ദ കറസ്പോണ്ടിങ് മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ദ ഇലക്ട്രോൺ ഈസ് കോൾഡ് വർക്ക് ഫങ്ഷൻ. അപ്പോൾ 2 ടേം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഒന്ന് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അനദർ വൺ വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നത് W0 എന്നാണ്. W0. അപ്പോൾ മിനിമം എനർജിയും ആവശ്യമുണ്ട്, മിനിമം ഫ്രീക്വൻസിയും ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ. ആർക്ക്? റേഡിയേഷന്. ഓക്കെ, ഒരു മെറ്റൽ സർഫസിൽ റേഡിയേഷൻ ഫാളോ ചെയ്യുമ്പോൾ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇലക്ട്രോണിനെ എജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ത്രെഷോൾഡ് ഫ്രീക്വൻസിയും വേണം, എന്തും വേണം, വർക്ക് ഫങ്ഷനും വേണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഒബ്സർവ് ചെയ്തത് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇജക്റ്റഡ്. ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തതിൻ്റെ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രോൺ എന്നല്ലേ ആ ഇലക്ട്രോണിന് നമ്മൾ പേര് കൊടുത്തത്. അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി? ഇൻസിഡൻറ്റ് റേഡിയേഷനെ. അതിലേക്ക് ഇൻസിഡൻറ്റ് റേഡിയേഷൻ നടത്തിയ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക്. ഓക്കെ, മൂന്നാമത്തെ ഒബ്സർവേഷൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ദി ലൈറ്റ്. ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തതിൻ്റെ എണ്ണം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിന് പ്രൊപ്പോർഷണൽ. അതിലേക്ക് മെറ്റലിൻ്റെ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്ത റേഡിയേഷൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിന്. ഈ 3 കാര്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒബ്സർവേഷൻ. ഒന്നുകൂടി പറയുന്നു, അതിന് ഇജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയേഷന് മിനിമം ഫ്രീക്വൻസി വേണം, മിനിമം എനർജി ആവശ്യമുണ്ട്. മിനിമം ഫ്രീക്വൻസിക്കാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, മിനിമം എനർജിക്കാണ് വർക്ക് ഫങ്ഷൻ. രണ്ടാമത്തെ പറഞ്ഞത് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ്റെ, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം റേഡിയേഷൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ദി ലൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐൻസ്റ്റീൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഐൻസ്റ്റീൻ അല്ലേ? E=mc² എന്നുള്ള റിലേഷനൊക്കെ കണ്ടുപിടിച്ച ഐൻസ്റ്റീൻ മോഡിഫൈ ചെയ്തു. ആരെ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറീനെ മോഡിഫൈ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ട്രീം ഓഫ് എനർജി പാർട്ടിക്കിൾ. ലൈറ്റിൽ എന്തുണ്ട്? സ്ട്രീം ഓഫ് എനർജി പാർട്ടിക്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് ഫോട്ടോൺസ് ഉണ്ട്. ഐൻസ്റ്റീന് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറീനെ മോഡിഫൈ ചെയ്യാണ്. ഹി കൺസിഡർ ദാറ്റ് ലൈറ്റിൽ എന്തുണ്ടെന്ന് പറയുന്നു? ഫോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ഒരു മെറ്റലിൻ്റെ മേലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ലൈറ്റിൽ എന്തുണ്ട് എന്ന് പറയുന്നു? ഫോട്ടോൺ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ലൈറ്റിലുള്ള ഫോട്ടോണ് ഒരു മെറ്റലിൻ്റെ സർഫസിൽ വന്ന് തട്ടുമ്പോൾ ഈ ഫോട്ടോണ് ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ടു ദി ഇലക്ട്രോൺ ഓഫ് ദി മെറ്റൽ ആറ്റം.
മെറ്റലിൻ്റെ മേലെ വന്ന് തട്ടുമ്പോൾ ആ മെറ്റലാറ്റത്തിലുള്ള ഇലക്ട്രോണിലേക്ക് ഫോട്ടോണ് എന്ത് ചെയ്യുന്നു? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ മെറ്റൽ ആറ്റം. അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് മെറ്റൽ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്. എന്താ കാരണം? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദി ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ. ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എന്തിലേറെ കൂടുതലായതുകൊണ്ട്, മെറ്റലിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസിയിലേറെ കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? മെറ്റൽ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഐൻസ്റ്റീൻ കൊടുത്ത എക്സ്പ്ലനേഷൻ. എന്താ പറഞ്ഞത്? ഐൻസ്റ്റീൻ എന്താ പറഞ്ഞത്? ഒരു മെറ്റലിൻ്റെ സർഫസിലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് തട്ടുമ്പോൾ മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാനുള്ള കാരണം, ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വന്ന് ഫാൾ ചെയ്യുമ്പോൾ അതിലെന്തുണ്ടെന്ന് പറയുന്നു? ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ട്രീം ഓഫ് എനർജി പാർട്ടിക്കിൾ. ആ സ്ട്രീം ഓഫ് എനർജി പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് ഫോട്ടോൺ. ഇപ്പോൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് മെറ്റലിൻ്റെ സർഫസിൽ തട്ടുമ്പോൾ ആ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? അതിൻ്റെ എനർജി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? മെറ്റൽ ആറ്റത്തിലുള്ള ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ദ ഇലക്ട്രോൺ വിൽ ബി റിമൂവ്ഡ് ഫ്രം ദി മെറ്റൽ ആറ്റം if the frequency of the photon is greater than the threshold frequency of metal. Frequency of the photon is greater than the threshold frequency of the metal. So, the electron will be removed from the metal atom. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ. ആര് കൊടുത്തത്? ഐൻസ്റ്റീൻ കൊടുത്തത്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് more than the threshold frequency mu of the incident light is more than the threshold frequency mu 0, the excess energy, അതായത് h mu minus h mu 0 is transferred as a kinetic energy of the photoelectron. എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്നുള്ളത് ½ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ½ എന്ന് പറയുന്നത് ആ എക്സസ് എനർജി എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ 0. ½ ഇസ് ഈക്വൽ ടു എന്താണ്? എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ 0. അതായത് എക്സസ് എനർജി എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ 0 ഈസ് ട്രാൻസ്ഫേർഡ് ആസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, എച്ച് മ്യൂ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എച്ച് മ്യൂ 0 പ്ലസ് ½ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ? അതായത് എച്ച് മ്യൂ 0നെ ഈ മൈനസ് എച്ച് മ്യൂ 0നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? പ്ലസ് എച്ച് മ്യൂ 0 പ്ലസ് ½ ഇസ് ഈക്വൽ ടു എന്തായി? എച്ച് മ്യൂ. ഇതിനെ നമുക്ക് W0 എന്നുള്ള രീതിയിൽ എടുക്കാം. W0 ഇസ് ദ വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സസ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ആസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ. ഇത്രയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് 2 മാർക്കിന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളോട് എന്ത് പറഞ്ഞാൽ മതി? ഒരു ലൈറ്റിലേക്ക് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്ന പ്രതിഭാസത്തിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.